വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ ചൈന എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് പ്രശ്നങ്ങളുള്ള രാജ്യമാണ്. പ്രത്യേകിച്ച് അതിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. റഷ്യ അടക്കം അതിന്റെ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് സ്വാഭാവികമായിട്ടും അരുണാചൽ പ്രദേശ്, ലഡാക്ക് അങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ ചൈനയ്ക്ക് പ്രശ്നമുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ചൈന 6 രാജ്യങ്ങളിലേക്ക് കണ്ണുവച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് റഷ്യയുമുണ്ട് എന്നുള്ളതാണ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. റഷ്യ ചൈനയുമായി വളരെ സൗഹൃദത്തിലുള്ള ഒരു രാജ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ റഷ്യയെ ചൈന ആക്രമിക്കുമോ എന്നുള്ള ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. 6 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. തായ്വാനുണ്ട്. സ്വാഭാവികമായിട്ടും തായ്വാനെ ആക്രമിക്കാൻ ചൈന ഉടനെ തന്നെ അത് ചെയ്യുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ജപ്പാനുണ്ട്. ജപ്പാനിൽ ഇപ്പോൾ ഭരണം മാറി. തക്കൈച്ചിയാണ് ഇപ്പോൾ ജപ്പാനിൽ ഭരണം വന്നിരിക്കുന്നത്. ജപ്പാനിലെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഇന്ത്യക്ക് നേട്ടവും ചൈനയ്ക്ക് കോട്ടവുമാണ്. കാരണം തക്കൈച്ചി ഈ തായ്വാൻ അടക്കം സ്പെഷ്യൽ സുരക്ഷ ഒരുക്കുമെന്ന് പറയുന്ന ഒരു വനിതാ പ്രധാനമന്ത്രിയാണ്. അത് ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട് വല്ലാതെ. പിന്നെ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ചൈനയുടെ ബന്ധം എത്തരത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രേഡുകളൊക്കെ വളരെ സുഗമമായി നീങ്ങുകയാണെങ്കിലും അതിർത്തിയിൽ അത്ര പന്തിയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയും അമേരിക്കയും അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യയോട് ഇപ്പോൾ അടുക്കുന്നത് പോലും ചൈന വലിയ ആക്രമണ ഭീഷണി 6 രാജ്യങ്ങളിലേക്ക് ഉയർത്തുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഈ സത്യമാണോ? ഇത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്. ഇത് സത്യമാണോ? മാറി വരുന്ന ഈ ആഗോള ലോകക്രമത്തിൽ ചൈന ബാക്കിയുള്ള രാജ്യങ്ങളെ ആക്രമിക്കും എന്ന് പറയുന്നതിൽ എത്രത്തോളം യുക്തിയുണ്ട്? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രിക്സ് പോലുള്ള രാജ്യങ്ങളെല്ലാം ചൈനയ്ക്ക് എത്ര വലിയ സ്ഥാനമാണ് നമ്മുടെ ഭാരതവും റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചൈനയെ മാറ്റി നിർത്തി ബ്രിക്സിന് മുന്നേക്ക് പോകാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം പോലും അവിടെ ഉയരുന്നില്ല. ചൈന പക്ഷേ ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നത് ഡോളർ ഡീഡോളറൈസ് ആകുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമ്മുടെ ചൈനീസ് യെൻ ഉപയോഗിച്ചുകൂടാ എന്നൊരു ചോദ്യം കൂടെ ചൈന ഈ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ചൈന ഈ റിപ്പോർട്ട് ഇപ്പൊ ചർച്ചയാകാൻ കാരണം കഴിഞ്ഞ ദിവസം ഈ തായ്വാന്റെ പ്രസിഡന്റ് ലൈ ചിങ്തെ ഒരു പ്രസ്താവന നടത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് തായ്വാനെയാണ് ഇപ്പൊ ലക്ഷ്യം വെക്കുന്നതെങ്കിലും തായ്വാൻ വീണ് കഴിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ നിന്ന് അദ്ദേഹം പറയുന്ന കാര്യം ഇന്ത്യക്കും രക്ഷയില്ല, ഇന്ത്യയും കരുതലോടെ ഇരിക്കണം. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇന്ത്യക്കും രക്ഷയില്ല, ഇന്ത്യയും കരുതലോടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇതോടുകൂടിയാണ് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചൈനീസ് വാർത്താ പോർട്ടലായ ഒരു വെബ്സൈറ്റായ സോഹോ പുറത്തുവിട്ടൊരു സമഗ്രമായ റിപ്പോർട്ട് ഇതിൽ ചർച്ചയാകുന്നത്. നമുക്കറിയാം ചൈനയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിലൂടെ രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അതിനെ കീഴ്പ്പെടുത്തുക, അവരുടെ കച്ചവട ആവശ്യത്തിന് ഉപയോഗിക്കുക, അതായത് പണവും മറ്റും നൽകി പതുക്കെ പതുക്കെ ആ രാജ്യത്തെ സ്വന്തമാക്കുക, ഇല്ല രാജ്യത്തിന്റെ പ്രദേശം സ്വന്തമാക്കുക എന്നുള്ളത്. ഇത് നമ്മൾ ശ്രീലങ്ക കണ്ടു, മ്യാൻമാറിൽ കണ്ടു, ബംഗ്ലാദേശിലേക്ക് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, പാകിസ്ഥാനിൽ നമ്മളിത് കണ്ടതാണ്, ഗദ്ദാർ തുറമുഖം ഒക്കെ നമ്മളിത് കണ്ട ഇതേ മെത്തേഡാണ്. ഒരു മെത്തേഡ് ഇത് ആഫ്രിക്കയിലൊക്കെ ഇതേ രീതിയിൽ തന്നെ ജിബൂട്ടിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സാധനം ആഫ്രിക്കയിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ അവർ ആക്രമണത്തിലൂടെ പിടിച്ചെടുക്കുന്നു. അതിന് അവർക്ക് അവരുടേതായ ഒരു കാര്യമുണ്ട്. ഇവര് ഈ പറയുന്ന ഈ 6 രാജ്യങ്ങളും ചൈനയുമായിട്ട് അതിർത്തി പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളാണ്, പ്രശ്നമുണ്ട് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ തായ്വാനെ ഇവർ ആക്രമിക്കുന്നത് ഞങ്ങളുടെ പ്രവിശ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഇത് പറയുന്നത് ഇങ്ങനെയാണ്: തായ്വാൻ വീണാൽ അടുത്തത് വീഴാൻ പോകുന്നത് ജപ്പാനും ഫിലിപ്പീൻസും ആയിരിക്കും. കാരണം ഭൂമിശാസ്ത്രപരമായി ഈ 2 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പ്രശ്നമുണ്ട് ചൈനയ്ക്ക്. ഇതിനിടയിൽ ഈ പറയുന്ന തായ്വാൻ കടലിടുക്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ചൈന ലക്ഷ്യമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ കൂടാണ് ഇന്റർനാഷണൽ ഈ ഷിപ്പിംഗിന്റെ ഒരു വലിയ ഭാഗം നടക്കുന്ന തായ്വാൻ കടലിടുക്കിലൂടെയാണ്. അത് പിടിച്ചെടുക്കുക, ഇന്തോ പസഫിക് മേഖലയിലെ മേധാവിത്വം ഉറപ്പിക്കുക, ഇതാണ് ചൈന ലക്ഷ്യമാക്കുന്നതെന്ന് ആണ് ഇദ്ദേഹം പറയുന്നത്. ഏറെക്കുറെ അത് ശരിയുമാണ്. തായ്വാൻ വീണാല് ദക്ഷിണ കടലിന് സമീപമുള്ള പ്രദേശങ്ങൾ, അതായത് ജപ്പാന്റെ സമീപത്തുള്ള ഒക്കിനാവോ, സെൻകാക്കു, ഈ സെൻകാക്കു ദ്വീപ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സുപരിചിതമാകും. ഈ സെൻകാക്കു ദ്വീപിൽ ഈ അടുത്ത സമയത്ത് ചൈന അവരുടെ ഷിപ്പ് കയറ്റി, ജപ്പാൻ തടഞ്ഞു. അങ്ങനെ ഈ അടുത്ത് ഒരു 1.5 മാസം മുമ്പ് ഒരു അടി അവിടെ നടന്നതേ ഉള്ളൂ. പിന്നീട് ചൈനക്കാർ തിരിച്ചുപോയി. ചൈന പറഞ്ഞു ജപ്പാൻകാർ തിരിച്ചുപോയി. ആര് പോയാലും ഇതൊരു വിവാദ ദ്വീപാണ്, ഇവിടെ അമേരിക്കയ്ക്ക് സൈനിക താവളവും ഉണ്ട്. അപ്പൊ ഈ ദ്വീപ് പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. ഈ ദ്വീപ് പിടിച്ചെടുത്തതിന് ശേഷം 3ാമത്തെ യുദ്ധം അവർ പ്ലാൻ ചെയ്യുന്നത്, ഇതെല്ലാം 2030 to 2060 വരെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അതിൽ 3ാമത്തെ യുദ്ധം പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യയുമായിട്ടാണ്. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ്, അത് ചൈനയുമായി തർക്കമുള്ള പ്രദേശമാണ്, അത് പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും ചൈനയുടെ ലക്ഷ്യം. അതിനവർ ചെയ്യുന്നത് സമാധാനത്തിലൂടെയോ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെയോ. സമാധാനത്തിലൂടെ എന്ന് പറയുന്നത് ചർച്ചയിലൂടെ അല്ല, പകരം പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തി ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ഇല്ലെങ്കിൽ കലാപം ഉണ്ടാക്കിക്കൊണ്ട് അത് പതുക്കെ പതുക്കെ ചൈനയുടെ ഭാഗമാക്കി മാറ്റുക അരുണാചൽ പ്രദേശ് എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ച നടത്തിയിരുന്നു, മനുഷ്യന് ഓർമ്മയുണ്ടാകും.
ഈ ഉൾഫ ഭീകരരുമായി ബന്ധപ്പെട്ട അരുണാചൽ പ്രദേശ് നമ്മുടെ CRPF വാഹനം, അന്ന് ഈ ഉൾഫ മാത്രമല്ല ഉണ്ടായിരുന്നത്, അരുണാചൽ പ്രദേശിൽ ഉള്ള ചില ഭീകര സംഘടനകളും ഇതിനകത്തുണ്ടായിരുന്നു. ഇവര് ഈ ബാക്ക് ചെയ്യുന്ന മുഴുവൻ ചൈനയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ കാശ്മീർ പോലൊരു വിഷയം അരുണാചൽ പ്രദേശ് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് ആഭ്യന്തര വിഷയം ഉണ്ടാക്കിക്കൊണ്ട് അരുണാചൽ പ്രദേശ് പിടിച്ചെടുക്കുക, അതാണ് അവരുടെ മൂന്നാമത്തെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. നാലാമത്തെ ലക്ഷ്യം മംഗോളിയാണ്. ചെങ്കസ്ഖാന്റെ സാമ്രാജ്യമായിരുന്ന മംഗോളിയ, ചൈനയുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മംഗോളിയ, പിന്നീട് 1921 മറ്റോ ആണ് USSR പഴയ റഷ്യയുടെ സഹായത്തോടു കൂടി മംഗോളിയ സ്വതന്ത്രമായി. ഈ റഷ്യയുടെയും ചൈനയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ മംഗോളിയ സ്വന്തമാക്കുക എന്നുള്ളതാണ് അടുത്ത യുദ്ധം. അതായത് ആദ്യത്തെ തായ്വാൻ, പിന്നീട് ജപ്പാൻ, മൂന്നാമത്തേത് ഇന്ത്യ, നാലാമത്തേത് മംഗോളിയ, അഞ്ചാമത്തേത് ഫിലിപ്പീൻസും ആയിട്ട് അതിർത്തി തർക്കമുണ്ട്. ഫിലിപ്പീൻസ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആറാമത്തേതും അവസാനത്തേതുമായ യുദ്ധം റഷ്യയുമായിട്ട്. കാരണം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് 1960-കളിലോ മറ്റോ ആണ്. നമ്മളത് മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ചൈനയും റഷ്യയും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടായി. അന്ന് ഈ റഷ്യ ചൈനയുടെ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിരുന്നു. പഴയ USSRന്റെ കാര്യമായി പറയുന്നത്, പിടിച്ചെടുത്തിരുന്നു. അപ്പൊ ആ പ്രദേശങ്ങൾ തിരികെ പിടിക്കുക, അത് കാരണം നിർണായകമായ പ്രദേശമാണ്. ആ പ്രദേശത്ത് റഷ്യയുണ്ട്, റഷ്യൻ സൈന്യമുണ്ട്, അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ചൈന ലക്ഷ്യമിടുന്നത്. ഇത് സോഹു എന്ന് പറയുന്ന അവരുടെ വെബ് പോർട്ടൽ, അവരുടെ ചൈനയിലുള്ള ഈ പത്രങ്ങളും വെബ് പോർട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം സർക്കാരിൻ്റെതൊക്കെ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ സർക്കാരിന്റെ പിന്തുണയില്ലാതെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരിത് പുറത്തുവിട്ടതാണ്. ഇത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിരിക്കുന്ന ഒരു അജണ്ടയാണ്. അതായത് 2027 ആകുമ്പോഴേക്കും ഈ പറയുന്ന ഷീ ജിൻപിങ്ങിന്റെ കാലാവധി തീരും, അതിനു മുമ്പ് തായ്വാൻ പിടിച്ചെടുക്കുക. അതാണ് ഷീ ജിൻപിങ്ങിന് കൊടുത്തിരിക്കുന്ന ദൗത്യം. അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. ഇവിടെയാണ് നമ്മുടെ ശ്രീമാൻ ട്രംപ് പറയുന്നത്, ഞാൻ അധികാരത്തിലിരിക്കുമ്പോൾ ആക്രമിക്കത്തില്ല, അത് കഴിഞ്ഞ് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത്. 2028 ആകുമ്പോഴത്തേനും ട്രംപിന്റെ കാലാവധി തീരും. അപ്പോൾ തന്നെ ഏതാണ്ട് 2027 അവസാനം ആയിരിക്കാം ഒരുപക്ഷെ ഈ തായ്വാന്റെ നീക്കം നടത്തുന്നത്. അപ്പം തായ്വാൻ നീക്കം നടത്തുമ്പോൾ ഇപ്പോൾ ജപ്പാൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. കാരണം ജപ്പാനാണ് അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ജപ്പാൻ നന്നായി അറിയാം ഇവരെ തടയിടേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത്. റഷ്യയും കരുതലോട് തന്നെ ഇരിക്കുന്നു. കാരണം ചൈനയെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ആയുധ ഗവേഷണവും പുതിയ ആയുധങ്ങൾ ദിനം പ്രതിയാണ് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ അവസരത്തിൽ ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യയും ഇപ്പോൾ ഒരു 1-2 മാസം കൂടുമ്പോൾ പുതിയ മിസൈലുകൾ, പുതിയ അന്തർവാഹിനികൾ, പുതിയ ആയുധങ്ങൾ നമ്മളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത് കേട്ടുകേഴ്വി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. വല്ലപ്പോഴും അങ്ങാണ് ഒരു അഗ്നിയുടെ മിസൈൽ പരീക്ഷണം കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങളെടുക്കും അടുത്തൊരു പരീക്ഷണത്തിന്റെ വാർത്ത കേൾക്കാൻ. ഇപ്പൊ നമ്മുടെ ഡിഫൻസ് സൈറ്റുകളായാലും ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഇത് ഓൺലൈനിലായി കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്തിയ വാർത്തകളെ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഈ ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്നതിൽ വലിയൊരു പങ്കുണ്ട്. ഇതിനിടയിൽ മറ്റൊരു നിർണായക നീക്കം നടക്കുന്നുണ്ട്. ഈ റഷ്യ ഇസ്രായേൽ നല്ല ബന്ധമായിരുന്നു. അവര് 2013 വരെ ആയുധ വ്യാപാരം ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. അങ്ങനെയൊക്കെയുള്ള ചൈനയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ ഒരു ബാങ്കിനെ ചൊല്ലിയുള്ള ഒരു തർക്കം തുടങ്ങുകയും ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ ഉലയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചൈനയുടെ ഇസ്രായേലിലുള്ള നിക്ഷേപകരും ഇസ്രായേലിന്റെ ചൈനയിലുള്ള നിക്ഷേപകരും ഇപ്പോൾ അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഈ മാസം അവസാനത്തോടുകൂടി ഇസ്രായേലിൽ നിന്ന് ഒരു ഉന്നത സംഘം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അവരെത്തുന്നത് വലിയൊരു ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പുവെക്കാൻ. ചൈനയെ ഇസ്രായേൽ കൂടുതലായി ആശ്രയിക്കുന്നത്, ഇപ്പം ചൈനയും ഇസ്രായേലും തമ്മിൽ ആയുധ കച്ചവടമൊന്നുമില്ല, സാങ്കേതിക വിദ്യ ഒന്നുമില്ല. അവർ കൂടുതലായി സമീപിക്കുന്ന മരുന്നുകള്, ഇൻഫ്രാസ്ട്രക്ചർ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇതിനു വേണ്ടിയിട്ടായിരുന്നു ചൈന ഇസ്രായേലിനെ സമീപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അവർ ഫ്രീ ട്രേഡിംഗ് കരാറുകൾ വെക്കുമ്പോഴത്തേനും അവർക്ക് ഈ പറയുന്ന റെയിൽ അടക്കം, അതുപോലെ തന്നെ ഫാർമസി അടക്കം, അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ ഇന്ത്യയുമായിട്ട് അവരൊരു വലിയ ബിഗ് ഡീലിന് ഒരുങ്ങുകയാണ്. കാരണം ഇപ്പൊ ഇന്ത്യയും ഇസ്രായേലും തമ്മിലാണ് സംയുക്ത ആയുധം വികസിപ്പിച്ചെടുക്കുന്നതും ആയുധ ഫാക്ടറികൾ ഉണ്ടാക്കുന്നതും ആയുധം വാങ്ങുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ചൈനയെ പൂർണ്ണമായി കൈവിടാൻ കഴിയില്ല. കാരണം റെയർ മെറ്റൽസ് അടക്കമുള്ളവ ചൈനയിൽ നിന്ന് വരേണ്ട ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. ഒപ്പം തന്നെ സ്ട്രക്ചർ മേഖലയിലും ചൈനയ്ക്ക് തന്നെയാണ് മേധാവിത്വം. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പോലുമുള്ള ബോറിംഗ് മെഷീൻസ് ഒക്കെ ചൈനയിൽ നിന്നാണ് വരുന്നത്. ജർമ്മനിയാണ് നമുക്ക് തരുന്നതെങ്കിൽ ചൈന വഴിയാണ് അത് വരുന്നത്. അപ്പൊ അതൊന്നും പെട്ടെന്ന് കഴിയില്ല. പക്ഷെ അവരുടെ ഒരു വലിയ നിക്ഷേപം, ഇത് പ്രത്യേകിച്ച് ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തായാലും കൃഷിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി വന്നതുകൊണ്ട് അതിന് ആക്കം കൂടി എന്ന് പറയാം. അത് പറയാനുള്ള കാരണം, അദ്ദേഹം ഈ നരേന്ദ്രമോദി സർക്കാർ 2002 ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇസ്രായേലുമായി മികച്ച ബന്ധം സ്ഥാപിക്കുകയും ഒരു ഇസ്രായേൽ കാർഷിക യൂണിറ്റ് തന്നെ ഗുജറാത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ കൃഷിയുടെ ഒരു വലിയ പങ്കും അതിന്റെ ടെക്നോളജി ഇസ്രായേലിൽ തന്നെയാണ്. അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ്, പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴല്ല. പിന്നീട് പ്രധാനമന്ത്രി ആകുമ്പോൾ കുറച്ചുകൂടി ബന്ധം ശക്തമാകും. അപ്പൊ ഇങ്ങനത്തെ ഒരു വലിയ വാർത്ത തന്നെയാണത്. ചൈന അണിയറയിൽ പ്ലാൻ ചെയ്യുന്നത്
6 വമ്പൻ യുദ്ധങ്ങളാണ്. അതിൽ ഇന്ത്യ മാത്രമല്ല, അതിൽ റഷ്യയുമുണ്ട്. ഇവിടെയൊക്കെയാണ് പൊടുന്നനെ അമേരിക്കയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിലേക്ക് വരുന്നതും ഇസ്രായേലുമായ ഒരു സൗഹൃദത്തിലേക്ക് വരുന്നതും ഒക്കെ ഇവിടെ ചിന്തിക്കേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. കാരണം ജിയോ പൊളിറ്റിക്സിൽ ഒരുപാട് മാറി മറിയുന്ന അനുഭവങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.